ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഈ 5 days ചാലഞ്ച് കംപ്ലീറ്റ് ആകുമ്പോൾ അതിൻ്റെ കൗണ്ടിങ്ങും പ്ലസ് ഫെബ്രുവരി മന്തിന് എന്താണ് പ്ലാൻ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറയാമെന്നുള്ളത്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കൗണ്ടിങ്ങിൻ്റെ വീഡിയോ ആണ്, മീൻസ് എത്രയാണ് ഞാൻ സേവ് ചെയ്തതെന്നുള്ളതാണ്. നമുക്ക് ഓൾറെഡി അറിയാം ഇത് നമ്മൾ 5 daysന് ഫിക്സ് ചെയ്ത എമൗണ്ടാണ്. സോ ഇൻ ടോട്ടൽ നമുക്ക് 150 rupees ഉണ്ടാവും എന്നുള്ളതാണ്. സോ ആ ഒരു എമൗണ്ടും 14 days നമുക്ക് കിട്ടിയത് 1040 rupees ആണ്. അപ്പോൾ ആ എമൗണ്ടും ഞാൻ സേവ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കംപ്ലീറ്റ് 365 daysൻ്റെ സേവിങ്സ് ആണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് സാറ്റർഡേയോ സൺഡേയോ ഒന്നും ഒഴിവാക്കാതെ, പ്ലസ് അത് ഡെയിലി ചാലഞ്ച് പ്ലസ് വീക്ക്ലി ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടും ഒരു എമൗണ്ട് ഞാൻ പറഞ്ഞായിരുന്നു, ലൈക്ക് 500 rupees 200 rupees 100 rupees എന്നുള്ളത്. സോ അത് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഓരോ വീക്കെൻഡ് നമുക്ക് എന്തോരം കിട്ടുന്നുണ്ടോ, 500 ആണെങ്കിൽ 200 ആണെങ്കിൽ 100 ആണെങ്കിൽ അതങ്ങനെ സേവ് ചെയ്ത് പോകാമെന്നുള്ളതാണ് ഒരു പ്ലാൻ. അതോടൊപ്പം തന്നെയാണ് ഈ ഡെയിലി ചാലഞ്ച് ഞാൻ പറഞ്ഞത്. സോ ഇപ്പോൾ നിലവിൽ എനിക്ക് ഇപ്പോൾ 14 daysൻ്റെ മണിയും പിന്നെ 5 daysൻ്റെ മണിയാണുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ് January 1st to 12 days ഞാൻ പറഞ്ഞല്ലോ, അത് എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് ഈ ഫെബ്രുവരി മന്തിൽ ഞാൻ അതും ഫെബ്രുവരി മന്തിൻ്റെ സേവിങ്സ് ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ അപ്പോൾ അതങ്ങനെ സേവ് ചെയ്തിട്ട് ആ എമൗണ്ട് ജാനുവരി എമൗണ്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് തൽക്കാലം ഒരു സേവിങ്സ് എമൗണ്ടായിട്ട് ഇടാം, ഫിക്സ്ഡ് എമൗണ്ടായിട്ട് ഇടാണ്ട് വെറും സേവിങ്സിൽ ഇട്ടിട്ട് പോകാമെന്നുള്ളതാണ് പ്ലാൻ. പിന്നെ എല്ലാം അത്യാവശ്യം ഒരു ലാർജ് എമൗണ്ട് ആകുമ്പോൾ അത് അപ്പോൾ എനിക്ക് എന്താണോ മൈൻഡിൽ പോകണമെന്ന് വെച്ചാൽ അതങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. താങ്ക് യു.